മൺഡേ കമൻറ്റ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് നമ്മുടെ 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ ശേഷമുള്ള ആദ്യത്തെ കമൻറ്റ് ബോക്സാണ്. അപ്പോൾ അതിലേക്ക് ആദ്യത്തെ കമൻറ്റ് മനോജ് മാത്യു എന്ന ആളുടെയാണ്. അപ്പോൾ ചേട്ടാ 0 മുതൽ 1,00,000 വരെ ഈ യാത്രയിൽ ഞാനും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാകും ഞങ്ങളെല്ലാവരും. ആയിരക്കണക്കിന് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ആ ഒരു വീഡിയോക്ക് കിട്ടിയിട്ടുണ്ട്. ആകെ കുറഞ്ഞ വ്യൂസേ വന്നുള്ളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഇഷ്ടപ്പെടുന്നവർ മാത്രമേ കണ്ടുള്ളൂ. പക്ഷേ എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മളെപ്പോലെ ഒരു സാധാരണ ചാനലാണല്ലോ, അത് വലിയൊരു എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സാധാരണ ചാനലിന് അത്രയും സപ്പോർട്ട് കിട്ടാൻ പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ നന്നാക്കാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നല്ല കണ്ടൻറ്റ്, നല്ല തരത്തിലുള്ള വീഡിയോസ്, ഉപകാരമുള്ള വീഡിയോസ് ചെയ്യാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ ചെയ്യും. അടുത്ത കമൻറ്റ് വിനോദ് കുമാർ എന്നാളുടെയാണ്. ഇൻഫിനിറ്റി പ്രൈമസിന് എൽ പോർട്ട് ബോക്സ് ആണോ റൗണ്ട് പോർട്ട് ബോക്സ് ആണോ നല്ലത്? ഒരു ഊഫറിന് വേണ്ട ബോക്സ് ഏതാ നല്ലത്? അതിൻ്റെ പോർട്ടിൻ്റെ ഷേപ്പ് പോലെയല്ല ശരിക്ക് അതിൻ്റെ ഒരു വർക്കിംഗ് കിടക്കുന്നത്. അതായത് ആ പോർട്ട് ഡിസൈൻ ആയത് എത്ര ഫ്രീക്വൻസിക്കാണ് എന്നുള്ളതാണ്. അതായത് പോർട്ട് ട്യൂൺ ചെയ്തിരിക്കുന്ന ഫ്രീക്വൻസി എത്രയാണ്, അതനുസരിച്ചാണ് ആ പോർട്ട് ഡിസൈൻ ആണ്. അപ്പോൾ അത് എൽ പോർട്ടിൽ ഇപ്പോൾ ഒരു 40 ഹെർട്സ് ട്യൂൺ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലേക്ക് ഒരു എൽ പോർട്ടഡ് 40 ഹെർട്സും ട്യൂൺ ചെയ്യാം, റൗണ്ട് പോർട്ടഡ് 40 ഹെർട്സും ട്യൂൺ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണോ നമ്മൾ ബോക്സ് ഉണ്ടാക്കുന്നത്, നമുക്ക് അതിനനുസരിച്ച് തന്നെ അതിന് മാറ്റം വരുത്തുക. അതായത് ആ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യുന്ന ആ ഡിസൈനർ സോഫ്റ്റ്വെയറിൽ അത് പോർട്ട് റൗണ്ട് ആണോ സ്ക്വയർ ആണോ വേണ്ടത്, അതായത് വെൻഡഡ് പോർട്ട്, അതായത് നമ്മളെ എൽ പോർട്ട് ടൈപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലായിരിക്കുമല്ലോ. അപ്പോൾ അത് സ്ക്വയർ വെൻ്റായിരിക്കും, അതായത് ചതുരത്തിലുള്ള എയർ ഹോളായിരിക്കും. അപ്പോൾ അത് എങ്ങനെയാണ് എത്രയാണ് വേണ്ടതെന്നുള്ള ആ സോഫ്റ്റ്വെയറിൽ ഡിസൈൻ ആവും. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അളവുണ്ടെങ്കിൽ അതിന് ഇപ്പോൾ റൗണ്ട് അളവാണ് നിങ്ങളുടെ കയ്യിലുള്ളത്, റൗണ്ട് പോർട്ടിൻ്റെ അളവാണ് ഉള്ളതെങ്കിൽ ആ ഫ്രീക്വൻസി ആ റൗണ്ട് പോർട്ട് വെച്ചിട്ട് അത് എത്രയൊക്കെയാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്, എത്രയാണ് ആ റൗണ്ട് പോർട്ടിൻ്റെ ട്യൂണിങ് ഫ്രീക്വൻസി എന്ന് കണ്ടുപിടിച്ചിട്ട് സെയിം ഫ്രീക്വൻസി നിങ്ങൾക്ക് എൽ പോർട്ടിൽ ട്യൂൺ ചെയ്യാം. ചിലപ്പോൾ എല്ല് വേണ്ടി വരില്ല, നമുക്ക് കുറച്ചേ വേണ്ടി വരുള്ളൂ, ചിലപ്പോൾ എല്ല് വേണ്ടി വരും. അടുത്ത കമൻറ്റ് ധനുഷ് MS എന്നാളുടെയാണ്. കോഴിക്കോട് അത്യാവശ്യം വില കുറവ് കിട്ടുന്ന ആംബ് ഷോപ്പ് ഏതാണ് ചേട്ടാ? അപ്പോൾ വില കുറവ് കിട്ടുന്ന ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളിപ്പോൾ ഞാൻ ഇനി മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഐവ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞിട്ട് 2ാം ഗേറ്റിൻ്റെ അടുത്ത്, നമ്മുടെ കോഴിക്കോട് സിറ്റി സ്റ്റാൻഡ് ബസ് സ്റ്റോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഐവ ഇലക്ട്രോണിക്സ് ഉള്ളത്. അത് ഒരു വില കുറവ് കിട്ടുന്നുണ്ട് അവിടെ. പക്ഷേ വില കുറവാണ് വേണ്ടതെങ്കിൽ അവിടെ പോയി വാങ്ങാം. നമ്മൾ വില കുറവ് വാങ്ങുമ്പോൾ വർക്കിംഗ് പ്രതീക്ഷിക്കരുത്. അതിന് എത്രയാണോ ഉള്ളത് അത് ഉപയോഗിക്കുക. അത് 1000 വാട്ട്സ് എന്നൊക്കെ എഴുതി കിട്ടുന്ന വില കുറവുള്ള ഓഡിയോ സിസ്റ്റങ്ങളിൽ നമുക്ക് കിട്ടുക ഏകദേശം 10 വാട്ട്സ് ആയിരിക്കും. ആ 10,000 പ്രതീക്ഷിച്ച് വാങ്ങിയിട്ട് 10 കിട്ടുമ്പോൾ അതിനോട് ചടക്കരുത്. കാരണം നിങ്ങൾ അതിന് കൊടുക്കുന്ന വില അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് കിട്ടുള്ളൂ. വില കുറവ് വാങ്ങുമ്പോൾ എപ്പോഴും വർക്കിംഗ് കുറവ് തന്നെ പ്രതീക്ഷിക്കുക. ഒരുപാട് ഫീച്ചേഴ്സ് അതിൽ കുറവുണ്ടാവും തന്നെ പ്രതീക്ഷിച്ച് തന്നെ വില കുറവുള്ള സിസ്റ്റങ്ങൾ വാങ്ങുക. അപ്പോൾ ആ ഐവ ഇലക്ട്രോണിക്സ് പോയാൽ നിങ്ങൾക്ക് വില കുറവ് കിട്ടും. ആംബ് റെഡി ചെയ്തതുകൊണ്ട് ബോർഡും ഉണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ആദ്യം അവതരിപ്പിച്ച ഒരു സ്റ്റാർ ഇലക്ട്രോണിക്സ് ഉണ്ട്, അവിടെ വില കുറവില്ല, അവിടെ വില കൂടുതലുണ്ട്, അതായത് നല്ല വില ഉണ്ട്, പക്ഷേ നല്ല സാധനമുണ്ട്. അടുത്ത കമൻറ്റ് ഷിഹാദ് AVS എന്നൊരാളുടെയാണ്. ആഘോഷത്തിനിടയ്ക്ക് ഒരു സംശയം. 150 വാട്ട്സ് പ്ലസ് 150 വാട്ട്സ് മോസ്ഫെറ്റ് ആംപ്ലിഫയറിൽ 2 ക്രോസ് ഓവർ ഉപയോഗിച്ച് 2 സബ് വൂഫേഴ്സ് ഓരോ മിഡ് ആൻഡ് ട്യൂട്ടർ കണക്ട് ചെയ്യാമോ? ഈ മൺഡേ കമൻറ്റ് ബോക്സിൽ തന്നെ പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയ എങ്ങനെയാണെന്ന് പറയാം. 150 വാട്ട്സിൻ്റെ മോസ്ഫെറ്റ് ആമ്പ് ഉണ്ട് ചാനൽ, അതായത് മൊത്തം 300 വാട്ട്സിൻ്റെ മോസ്ഫെറ്റ് ആമ്പ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു ചാനലിൽ ഒരു മിഡ്, ഒരു ട്യൂട്ടർ, ഒരു സബ് വൂഫറും ക്രോസ് ഓവർ വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെയാണെങ്കിൽ ആ 2 സബ് വൂഫറിന് പകരം സാധാരണ ഡ്രൈവേഴ്സ് ഉപയോഗിക്കുക, ബേസ് ഡ്രൈവേഴ്സ് ഉപയോഗിക്കുക. അതായത് സാധാരണ വൂഫർ ഉപയോഗിക്കുക. സാധാരണ വൂഫേഴ്സ് ഡെലിവർ ചെയ്യുന്ന ആ ഒരു ബേസ് ഫ്രീക്വൻസിയും ഈ സബ് വൂഫറിന് വരുന്ന ബേസ് ഫ്രീക്വൻസിയും തമ്മിൽ വ്യത്യാസമുണ്ട്. സബ് വൂഫറിന് വരുന്ന ഫ്രീക്വൻസി കുറച്ച് വളരെ ലോ ആയിരിക്കും. അത് ലോ ഫ്രീക്വൻസി തന്നെ ഡെലിവർ ചെയ്യാനുണ്ടാകുന്നതാണ് ഈ സബ് വൂഫർ. അത് അതിനകത്തുള്ള മിഡ് ഫ്രീക്വൻസിയോ ആ ലോയിൻ്റെ മിഡിൻ്റെ ഇടയിലുള്ള ഒരു ഫ്രീക്വൻസി, ഇതൊക്കെ നമുക്ക് സാധാരണ വൂഫർ കൂടിയാണ് കിട്ടുക. അപ്പോൾ അത് ആഡ് ചെയ്തതിന് ശേഷം അതിനോട് കൂടിയിട്ട് എക്സ്ട്രാ സബ് ആഡ് ചെയ്യാണ് വേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം. സബ് വൂഫർ ക്രോസ് ഓവറിൽ കൊടുക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. അടുത്ത കമൻറ്റ് മഞ്ജു വിൻസെൻ്റ് എന്നാളുടെയാണ്. റെഗുലേറ്റർ ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെഗുലേറ്റ് ആയ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇതുപോലുള്ള ഫോൺ ചാർജറിൽ നിന്ന് വരുന്നത് റെഗുലേറ്റഡ് 5 വോൾട്ടാണ്. ആ 5 വോൾട്ട് കറക്റ്റ് 5.1 അല്ലെങ്കിൽ ഒരു 4.9 ആ ഒരു റേഞ്ചിൽ തന്നെ കൺഫേം ആയിട്ട് നിൽക്കും.
അത് വേരിയേഷൻ വളരെ അപൂർവമാണ് ആ വേരിയേഷൻ വരിക. ഒന്നും കൂടുതലും വരില്ല, റിപ്പിൾസ് വരില്ല, അതുപോലെ തന്നെ ഡ്രോപ്പും വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതാണ് ഈ റെഗുലേറ്റഡ് വോൾട്ടേജ് എന്ന് പറയുന്നത്. അപ്പോൾ റെഗുലേറ്റഡ് എന്ന് പറഞ്ഞാൽ നല്ല കൃത്യമായിട്ട് കറക്റ്റായിട്ടുള്ള വോൾട്ടേജും ആംബിയറും വരുന്ന ഒരു സപ്ലൈ ആണ് റെഗുലേറ്റഡ് സപ്ലൈ. അപ്പോൾ ഒരു 12 വോൾട്ടോ 9 വോൾട്ടോ 7 വോൾട്ടോ ഒക്കെ കൊടുത്ത് നമ്മൾ 5 വോൾട്ടിലേക്ക് റെഗുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക കറക്റ്റ് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വോൾട്ടേജ് ആയിരിക്കും. നമ്മളൊരു 19 വോൾട്ട് 16 വോൾട്ട് 15 വോൾട്ട് എന്നൊക്കെ 12 വോൾട്ടിലേക്ക് റെഗുലേറ്റ് ചെയ്തെടുക്കുമ്പോൾ കിട്ടുക കൃത്യമായ 12 വോൾട്ട് ആയിരിക്കും. SMPSകളിൽ നിന്ന് കിട്ടുന്ന വോൾട്ടേജ് വളരെ കൃത്യമായ റെഗുലേറ്റഡ് 12 വോൾട്ട് ആയിരിക്കും. അതേസമയം നമ്മൾ ട്രാൻസ്ഫോമർ വെച്ച് കപ്പാസിറ്ററൊക്കെ വെച്ച് കൊടുക്കുന്ന ആ സപ്ലൈയിൽ റിപ്പിൾ വോൾട്ടേജ് ഉണ്ടാവും, എക്സ്ട്രാ റിപ്പിൾ വോൾട്ടേജ്. അതായത് 12 വോൾട്ട് ട്രാൻസ്ഫോമർ നമ്മൾ റെഗുലേറ്റ് ചെയ്ത്, അതായത് റെക്ടിഫൈ ചെയ്ത് പുറത്തേക്ക് എടുത്ത് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് 16 വോൾട്ട് 18 വോൾട്ട് 15 വോൾട്ട് അങ്ങനെയൊക്കെ കാണാൻ കഴിയും. അതാണ് ആ റിപ്പിൾ വോൾട്ടേജ്. അപ്പോൾ അത് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിൽ കൂടുതൽ ഉദാഹരണം ആവശ്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്താൽ അത് നമുക്ക് എക്സാമ്പിളായിട്ട് വീഡിയോ ആക്കാം. അടുത്ത കമൻറ്റ് മനു പുഴക്കര മനു എന്ന ആളുടെയാണ്. അപ്പോൾ നമ്മുടെ ആ വലിയൊരു ഷോർട്ട് വീഡിയോ ഉണ്ട്, വലിയ സ്പീക്കേഴ്സ് കാണിച്ചത്, അതിൽ വന്ന കമൻറ്റാണ്, വീട്ടിലേക്ക് ഇത്രയും വലിയ സ്പീക്കർ കേൾക്കാൻ സുഖം ഉണ്ടാകുമോ? അപ്പോൾ അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബേസ് ലവേഴ്സ്, അതായത് സൗണ്ട് പ്രാന്തന്മാർക്ക് 18 ഇഞ്ചിൻ്റെ 6 ചാനൽ ഉണ്ടെങ്കിലും കേൾക്കാൻ സുഖം ഉണ്ടാവും. അപ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഓരോ മ്യൂസിക്, അതായത് ആ ഫയലിലുള്ള ഓരോ ഡീറ്റെയിലും നല്ല പവർഫുള്ളായിട്ട് നല്ല കൃത്യമായി കേൾക്കണം. അതിന് ചെറിയ സ്പീക്കർ വെച്ചാൽ കേൾക്കുന്നത് എനിക്ക് ഇതുവരെ തൃപ്തികരമായി തോന്നിയില്ല. എനിക്ക് അതിൽ 8 ഇഞ്ചോ 10 ഇഞ്ചോ കൊടുത്തപ്പോൾ കിട്ടിയ ആ ഒരു ഫീൽ എനിക്ക് ചെറിയ സ്പീക്കറിന് കിട്ടിയില്ല. അപ്പോൾ സംഭവം ശരിയാണ്, ചെറിയ റൂമിലേക്ക് അത് വെച്ചാൽ നമുക്ക് വളരെ കുറഞ്ഞ സൗണ്ടേ വെക്കാൻ പറ്റുള്ളൂ. നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്തതിന് കാര്യമില്ല. അത് കുറച്ച് വലിയൊരു ഹോളിൽ കറക്റ്റായിട്ട് സെറ്റ് ചെയ്താൽ മാത്രമേ അതിനുകൊണ്ടുള്ള എഫക്റ്റ് നമുക്ക് അനുഭവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണ്ടാക്കുക എന്ന് പറയുന്നത് അത് അങ്ങനെ ഒരു ഹോളിലേക്ക് തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഇപ്പോൾ ഞാൻ 4 സബ് ഊഫറുള്ള ഒരു ആമ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞു. 4 സബ് ഊഫർ 2 ചാനൽ, അതായത് 2.1ൽ 2.4 ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് 2 ചാനലും 2 ചെറിയ ചാനലാണ്, 8 ഇഞ്ച് വരെയുള്ള ഒരു ചാനലും 4 വലിയ സബ് ഊഫറിൻ്റെ ചാനലും, ഒരു ഐസോബറിക് 2 12 ഇഞ്ച് 2 8 ഇഞ്ച് അങ്ങനെയുള്ള ആ ഒരു പെയർ, അങ്ങനെ ഒരു കോൺഫിഗറേഷനാണ് അതിലേക്ക് കണ്ടത്. അപ്പോൾ അങ്ങനെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വെക്കുന്നത് ഒരു സാധാരണ 12 റൂമിലാണ്. അപ്പോൾ അത് സൂട്ടബിൾ ആകുന്നില്ലേ? അതങ്ങനെയാണ്, അതോരോരുത്തരുടെ ഫീലാണ്, ഓരോരുത്തരുടെ താല്പര്യമാണ്. അടുത്ത കമൻറ്റ് നിഷാദ് നിച്ചു എന്ന ആളുടെയാണ്. ബ്രോ, വീട്ടിലെ ഹോം തിയേറ്റർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കെ ഓട്ടോമാറ്റിക് SD കാർഡ് റീഡ് ആവും, പോയും കളിക്കുന്നു. അതായത് സ്വിച്ച് പ്രോബ്ലം ആണെന്ന് കരുതി ഇൻപുട്ട് സ്വിച്ച് ഉൾപ്പെടെ മാറ്റി വീണ്ടും സെയിം പ്രോബ്ലം വന്നു. എന്തായിരിക്കും കാരണം? അപ്പോൾ സ്വിച്ച് മാറ്റിയ സ്ഥിതിക്ക് ഇനി അതിൻ്റെ പ്രോബ്ലം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഇതൊരു സാധാരണ USB പാനലാണ്. അപ്പോൾ ഇതിനകത്ത് ഇതിലൊരു SD കാർഡ് ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്ലോട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ആ സ്ലോട്ടിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. ഇത് നമ്മളിത് ഒരു USBയോ ബ്ലൂടൂത്തോ പ്ലേ ചെയ്യുമ്പോൾ ആ സമയം നമ്മൾ SD കാർഡ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് പ്ലേയിങ് SD കാർഡിലേക്ക് ആ മോഡ് മാറുന്നുണ്ട്. ആ മാറാനുള്ള ഇവിടെ ഒരു ചെറിയൊരു സംഭവമുണ്ട് ആ സ്ലോട്ടിന് ഉള്ളിൽ. അത് റസ്റ്റോ അതിന് കംപ്ലൈൻറ്റോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ബോക്സിനകത്താണ് ഇത് വെച്ചെങ്കിൽ ആ ജർക്കിങ്ങിലൂടെ അത് വർക്ക് ചെയ്യുന്നുണ്ടാവും. അത് ഇളകും, അത് കണക്റ്റ് ആവും, അത് തന്നെ വിടും, അതങ്ങനെ സംഭവിക്കുന്നുണ്ടാവും. അപ്പോൾ അത് SD കാർഡ് കുത്തിയിടാതെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അവിടെ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ. എനിക്കിതുപോലെ റസ്റ്റുള്ള ഒരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് ഈ SD കാർഡിൻ്റെ ഉള്ളിൽ, ഈ സ്ലോട്ടിൻ്റെ ഉള്ളിൽ. അപ്പോൾ ആ റസ്റ്റ് ഞാൻ ആ സ്ലോട്ട് ഒഴിവാക്കി മാറ്റി പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ കറക്റ്റാണ്. അപ്പോൾ അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് സംഭവിക്കുന്നില്ലെങ്കിൽ, എന്നിട്ട് രക്ഷയില്ലെങ്കിൽ ഈ ടൈപ്പ് ആണുള്ളത് വെച്ചാൽ അതുകൊണ്ട് ഒഴിവാക്കി വേറെ വാങ്ങുക. അതല്ല ബ്രാൻഡഡ് ആണെങ്കിൽ ഈ സോക്കറ്റ് മാറ്റി നോക്കുക. എന്നിട്ട് ശരിയായില്ലെങ്കിൽ അറിയിക്കുക, നമുക്ക് അടുത്ത പണി പറയാം. അടുത്ത കമൻറ്റ് മനു ചിലഴത്ത് അങ്ങനെ വായിക്കുന്നു, ശരിയാണോ അറിയില്ല. അപ്പോൾ എൻ്റെ സോണി DAV 940K 1000 RMS ഹോം തിയേറ്ററിൻ്റെ സ്പീക്കർ എല്ലാം വർക്ക് ചെയ്യുന്നില്ല. പുതിയ സ്പീക്കർ ഏതെല്ലാം ഉപയോഗിക്കാം എന്ന് പറഞ്ഞു തരാമോ? അപ്പോൾ അതിനകത്ത് സോണി അതിൻ്റെ സ്പീക്കേഴ്സ് പഴയത് ഏതൊക്കെയാണ് പോയത് നോക്കുക. പോയതാണോ അതല്ലെങ്കിൽ ഔട്ട്പുട്ട് പോയതാണോ ശരിക്കും അത് കൺഫേം ആക്കുക. അത് കൺഫേം ആക്കിയിട്ടാണ് നിങ്ങൾ ഈ മെസ്സേജ് ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇതൊരു സോണിയുടെ ഒരു സ്പീക്കർ, അതൊരു സാറ്റലൈറ്റ് സ്പീക്കർ, സറൗണ്ടിൽ വരുന്ന സ്പീക്കറാണ്. അപ്പോൾ ഈ സ്പീക്കർ പോയാൽ ഇത് കംപ്ലൈൻ്റ് ആയത് വാങ്ങാൻ നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒരു 3 ohms ഇമ്പിഡൻസ് ഉള്ള സ്പീക്കറാണെന്ന് ഈ ഡീറ്റെയിൽ ഉണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ 3 ohms തന്നെ അതിൽ കൊടുക്കുന്നതാണ് ഏറ്റവും കറക്റ്റ്. രണ്ടാമത് അതിൻ്റെ വാട്ട്സ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈ ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ ഗൂഗിൾ സെർച്ചോ അങ്ങനെ അല്ലെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് പേജിലോ പോയിട്ട് ഇതിൻ്റെ ആ വാട്ട്സ് റേറ്റിംഗ് എത്രയാണെന്ന് മനസ്സിലാക്കുക, സെൻസിറ്റിവിറ്റി റേറ്റിംഗ് മനസ്സിലാക്കുക. സെയിം കിട്ടുകയാണെങ്കിൽ മഹാഭാഗ്യം, കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അങ്ങനെ സെയിം കിട്ടാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ ചാനലിൻ്റെയും ഒരേ സാധനം വാങ്ങി മാറ്റണം. ഇല്ലെങ്കിൽ ഒരു ഭാഗത്ത് ആ ബാലൻസ് കുറവോ വ്യത്യാസം കാണിക്കും. വർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് കുറവോ കൂടുതലോ എന്തെങ്കിലും വ്യത്യാസം കാണിക്കും. അപ്പോൾ അത് സെയിം തന്നെ കിട്ടാൻ നോക്കുക. സെയിം കിട്ടുന്നില്ലേ എല്ലാം മാറ്റുക, എന്നാലേ മാച്ചിങ് ആയി കിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആ ഡീറ്റെയിൽ നോക്കി തന്നെ വാങ്ങുകയാണ് ഏറ്റവും നല്ല അഭിപ്രായം. അടുത്ത കമൻറ്റ് ഷിജു എന്നാളുടെയാണ്.
സബ്വൂഫർ ബോക്സ് വീട്ടിൽ ഫ്ലോറിൽ വെക്കുമ്പോൾ വാഹനങ്ങളിൽ പെർമനൻ്റായി വെക്കുന്നത് പോലെ എന്തെങ്കിലും വിധത്തിൽ നിലത്ത് ഉറപ്പിക്കണോ? ബോക്സിന് വൈബ്രേഷൻ വരുന്നില്ലേ? ഇങ്ങനെ ചെയ്യുന്നത് ബെറ്റർ അല്ലേ? അങ്ങനെ ഉറപ്പിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിലർ കുഷൻ വെച്ച് ചെയ്യുന്നുണ്ട്, റബ്ബർ വെച്ചിട്ട് റബ്ബർ ബുഷ വാക്വം വെക്കുന്ന ആ ടൈപ്പ് വെച്ചിട്ട് ചെയ്യുന്നുണ്ട്, തെർമോകോൾ പീസ് വെക്കുന്നുണ്ട്, സാധാരണ ചാക്ക് മുടക്കി വെച്ചിട്ടുണ്ട്. അത് ഓടിക്കളയും. അത് ചില കമ്പനികളുടെ ബോക്സ് അങ്ങനെ ആ ജെർക്ക് ചെയ്തിട്ട് ഓടിക്കളയും. അപ്പോൾ അത് നീ ഇപ്പോൾ ഇങ്ങനെ വെച്ച പൊസിഷൻ കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെയാവും, അല്ലെങ്കിൽ അങ്ങോട്ട് പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒന്ന് ഇതുപോലെ എന്തെങ്കിലും വെച്ച് അതിൻ്റെ മുകളിൽ വെക്കുക. കാറിൽ വെക്കും പോലെ ടൈറ്റ് ചെയ്ത് വെക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ ഏറ്റവും വെയിറ്റുള്ള ബോക്സ് ഉപയോഗിക്കുക, പണ്ട് പറഞ്ഞ പോലെ ഡെൻസിറ്റി ഉള്ള ബോക്സ് ഉപയോഗിക്കുക. അപ്പോൾ ഇന്നത്തെ മൺഡേ കമൻറ്റ് ബോക്സ് ഈ കമൻറ്റോട് കൂടി അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അടുത്ത തിങ്കളാഴ്ച കൂടുതൽ വെറൈറ്റി കമൻസ് ആയിട്ട്, കൂടുതൽ വ്യത്യസ്ത കമൻസ് ആയിട്ട് കാണാൻ ശ്രമിക്കാം എന്ന് വിചാരിക്കുന്നു. കാരണം പല തിരക്കുകൾ കാരണം ഒരുപാട് ആളുകൾ സർവീസ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സർവീസ് കൊണ്ടുവന്നവർക്കറിയാം ഒരുപാട് സർവീസ് ഒരുപാട് ആവശ്യമായിട്ടും പലതരത്തിലും ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് സമയം പരിമിതമായിട്ടാണ് ഇപ്പോൾ ഈ കുറഞ്ഞ 3 ദിവസമായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ടാണ് അത് കൃത്യമായിട്ട് നമുക്ക് ആ വീഡിയോസ് ആ ടൈമിന് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെ ഒരു കാരണം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞാൽ എന്തായാലും ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ അതിന് സർവീസ് വരുന്നവർക്ക് സർവീസ് ചെയ്യാനും, അല്ലെ അസംബിൾ ചെയ്യാൻ അറിയുന്നവർക്ക് അസംബിൾ ചെയ്യാനും നമുക്കൊരു അവസരമുണ്ട്. അപ്പോൾ അസംബിൾ ചെയ്യാൻ അറിയുന്നവർക്ക് നമുക്ക് വരുന്ന ഓർഡറുകൾ, അതായത് നമ്മൾ സാധനം എടുത്ത് തന്നിട്ട് അത് അസംബിൾ ചെയ്ത് തരാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ ഞാൻ നോക്കാം. കാരണം എനിക്കിവിടെ ആവശ്യമുള്ള ഒരവസ്ഥയുണ്ട്, ഒറ്റയ്ക്ക് ചെയ്ത് തീരാത്ത അവസ്ഥയുണ്ട്. അത് അങ്ങനെ പഠിച്ചവർ നിൽക്കുന്നവരോ ഇപ്പോൾ സ്റ്റുഡൻസ് കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, വർക്കൊന്നും ഇല്ലെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ഉണ്ടെങ്കിലും ഒരു പാർട്ട് ടൈം ആയിട്ട് ഒരു 2-3 ദിവസം കൊണ്ടൊക്കെ തീർത്ത് തന്നാൽ മതിയാവും. അങ്ങനെയൊക്കെയുള്ള ഒരു താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ തിരക്കൂട്ടില്ല. ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. താല്പര്യമുള്ളവർ, ഇൻട്രസ്റ്റ് ഉള്ളവർ, കൂടുതൽ ടെക് വീഡിയോസ്, കൂടുതൽ ഓഡിയോ സംബന്ധമായ വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.